ഒരു നാടൻ സ്റ്റൈൽ ബീഫ് കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ഒരു 3-4 പ്രാവശ്യം നല്ല രീതിയിൽ കഴുകി നമുക്ക് വൃത്തിയാക്കാം. എന്നിട്ട് അതിനകത്തുള്ള വെള്ളമൊക്കെ നല്ലോണം വാർത്തതിന് ശേഷം നമുക്ക് നേരെ നമ്മൾ ബീഫ് കുക്കറിനകത്തേക്ക് ഇടാം. അധികം വെള്ളം അതിലാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ബീഫ് കുക്കറിനകത്തേക്ക് ഇട്ട ശേഷം ഇനി നമ്മൾക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെയാണ് ഇതിനകത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്നത്. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ 1 ടേബിൾ സ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നമ്മൾ നല്ല പോലെ കൈ വെച്ച് അത് തിരുമ്മി മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ തന്നെ തിരുമ്മി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഏകദേശം 1 മിനിറ്റോളം നമ്മൾ നല്ല രീതിയിൽ മസാല എല്ലാ സ്ഥലത്തും പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് നേരെ നമ്മൾ ബീഫ് അടുപ്പത്തേക്ക് വെക്കാം. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ചേർക്കേണ്ടതില്ല. ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മളിപ്പം കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാൻ പോകുന്നത്. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതേസമയം നമുക്ക് സവോളയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഈ ഒരു രീതിയിലാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആ സമയത്താണ് കൂടുതൽ നമ്മൾക്ക് ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾക്ക് ഒരു വലിയ തക്കാളി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കണം. അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. നമ്മൾ ബീഫിൽ നേരത്തെ ചേർത്തത് കൊണ്ട് എല്ലാം ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോഴേക്കും നമ്മൾ ബീഫ് ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 10 വിസിലാണ് ഈ ഒരു ബീഫിനാക്കിയിട്ടുള്ളത്. എൻ്റെ ബീഫിന് നല്ല വേവ് ഉണ്ടായിരുന്നു. നിങ്ങളെ ബീഫിൻ്റെ വേവിനനുസരിച്ച് മാത്രം വേവിക്കുക. ചില ബീഫ് 5-6 വിസിൽ വേവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീഫ് വേവിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബീഫ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മൾ ബീഫ് ഇവിടെ റെഡിയായി വരിക. ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കുറച്ച് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. തേങ്ങ വറവിടുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വറ്റൽ മുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 വറ്റൽ മുളക് നമുക്ക് ആ ഒരു വറവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വറ്റൽ മുളകും നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം അതെല്ലാം എടുത്ത് നമുക്ക് നേരെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബീഫ് കറി എന്നോ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം.
അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രം ട്രെൻഡി ടെയിൽസ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.